ഇവിടെ ഒരാൾ പെട്ടെന്ന് മറ്റൊരു രൂപത്തിൽ നിന്നും മനുഷ്യനായിട്ട് മാറുന്നത് ഒരു പയ്യൻ കാണുന്നു. അപ്പോ അയാളും ആ പയ്യനെ കാണുകയാണ്. ആ സമയത്ത് ഒരു പിച്ചക്കാരൻ ആ പയ്യനോട് പറഞ്ഞു, എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോയിക്കോ, അവൻ നിന്നെപ്പോലുള്ള പിള്ളേരെ പിടിക്കാനാണ് ഇവിടേക്ക് വന്നിരിക്കുന്നത് എന്നിട്ട് രക്ഷപ്പെടാൻ പറയുകയാണ്. ഉടനെ ഇത് കേട്ട പയ്യൻ പെട്ടെന്ന് ഒരു ബസ്സിൽ കയറി അവിടുന്ന് പോകുന്നു. അങ്ങനെ വീട്ടിലേക്ക് വന്നതും അവന്റെ മൈൻഡ് ശരിയല്ലെന്ന് തെറ്റിദ്ധരിച്ച പേരന്റ്സ് അവന്റെ സ്കൂളിൽ കണ്ടക്ട് ചെയ്യുന്ന ഒരു തെറാപ്പി ക്യാമ്പിന് ചേരാൻ പറയുന്നു. അവൻ മറുത്തൊന്നും പറയാതെ അവിടുന്ന് സ്കൂട്ടായി റൂമിലേക്ക് പോകുന്നു. സംഭവം എന്നും രാത്രി ഉറങ്ങുമ്പോൾ അവൻ വിയർഡ് ആയിട്ടുള്ള സ്വപ്നങ്ങൾ കാണും. എന്താണെന്ന് വെച്ചാൽ മനുഷ്യരില്ലാത്ത ചിലർ അവരുടെ പവർ യൂസ് ചെയ്ത് കൊച്ചു പിള്ളേരെ തട്ടിക്കൊണ്ടുപോയിട്ട് എന്തോ എക്സ്പെരിമെന്റ് ചെയ്യുന്നതായിട്ടും. അപ്പോ സ്വപ്നം അൺയൂഷ്വൽ ആയതുകൊണ്ട് അവൻ അതെല്ലാം ഒരു ഡ്രോയിങ് ആയിട്ട് വരച്ച് റൂമിൽ തൂക്കിയിട്ടുണ്ട്. അങ്ങനെ അതേ ദിവസം അവൻ വീണ്ടും ഒരു സ്വപ്നം കാണുകയാണ്. അതിലൊരു വീട് ആയിരുന്നു കണ്ടത്. ഉടനെ അവൻ ഞെട്ടി ഉണർന്ന് ആ വീട് വരയ്ക്കുന്നു. എന്നിട്ട് ആ വീട് എവിടെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് അത് ഓൺലൈനിൽ പോസ്റ്റ് ചെയ്യുകയാണ്. അപ്പോ അതിന് ഒരുപാട് കമന്റ്സും വരുന്നു. ആ സമയത്ത് അവന്റെ അമ്മ പറഞ്ഞ തെറാപ്പിസ്റ്റുകൾ അവനെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി വീട്ടിലേക്ക് വരും. നോക്കുമ്പോൾ അവൻ സ്വപ്നം കണ്ട പോലെ തന്നെ വന്നയാളുടെ ചെവിയുടെ പുറകിൽ ഒരു മാർക്ക് കാണുന്നു. ഉടനെ അവൻ അമ്മയെ പിടിച്ചു മാറ്റി നിർത്തി കാര്യങ്ങളൊക്കെ പറയുകയാണ്. പക്ഷേ അമ്മ അവൻ പറഞ്ഞതൊന്നും വിശ്വസിച്ചില്ല. അതുകൊണ്ട് അവൻ ടോയ്ലറ്റിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞു പോകുന്നു. അങ്ങനെ ഡൌട്ട് അടിച്ച പേരന്റ്സ് ടോയ്ലറ്റിന്റെ ഡോർ തുറന്നു നോക്കിയതും പയ്യൻ അവിടുന്ന് എസ്കേപ്പ് ആയി പോയിരുന്നു.